ഭയം, ഭക്തി, ബഹുമാനം. തിയേറ്റേഴ്സിൽ 2 ദിവസം മുന്നേ റിലീസായ മൂവിയാണ്. ദിലീപ്, മോഹൻലാൽ അങ്ങനെയുള്ള വലിയ 2 എന്റർടൈനേഴ്സ് ഒന്നിക്കുന്നു. മോഹൻലാൽ ഒരു ക്യാമിയോ റോൾ ആണെങ്കിൽ പോലും ഈ ഒരു മൂവിയുടെ സേവിങ് ഗ്രേസും മോഹൻലാലായിരുന്നു ഒരു പരിധിവരെ. സോ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മാഡ്നസ് വിത്തൗട്ട് നോ ലോജിക്ക് വേണം കാണാൻ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മൂവിയിൽ തന്നെ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. മൂവി ഇറങ്ങുന്നതിന് മുന്നേയും പറഞ്ഞിരുന്നു, സിനിമയ്ക്കകത്തും പറയുന്നുണ്ട്. കാരണം ഇടയ്ക്ക് കാണുന്ന ഓഡിയൻസ് മറന്നുപോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് തന്നെ പറയുന്നത്. സോ ഈ ഒരു മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മാഡ്നസ് നോ ലോജിക് എന്ന് പറയുന്ന റൂള് സ്ട്രിക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കണ്ടാൽ മാത്രം ചിലപ്പോൾ ഈ മൂവി വർക്കൗട്ട് ആവും. അല്ലാതെ ഉള്ളവർക്ക്, അതായത് ലോജിക്ക് നോക്കണ്ട, മീൻസ് ഈ ഒരു തെലുങ്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെ ലോജിക്ക് ഇല്ലാതെ സിനിമയുടെ മാജിക്ക് മാത്രം കണ്ട് ഇരുന്നാൽ പോലും ചിലപ്പോൾ ഈ ഒരു മൂവി വർക്കൗട്ട് ആവില്ല. ഓൺലി മാഡ്നസ് എന്ന് പറയുന്ന റൂൾ അപ്ലൈ ചെയ്ത് പല സിനിമകളും നമ്മൾ കാണാറുണ്ട്. ഈ ഒരു ബാലയ്യയുടെ പടങ്ങൾ, ചിരഞ്ജീവിയുടെ പടങ്ങൾ, അങ്ങനെയുള്ള മഹേഷ് ബാബു പടങ്ങൾ, അങ്ങനെ തെലുങ്കിലുള്ള പല പല സിനിമകൾ നമ്മൾ കാണാറുണ്ട്. തമിഴിലുള്ള കൊമേഴ്ഷ്യൽ സിനിമയിലും ഈ ഒരു സംഭവങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ്. പക്ഷേ വിത്തൗട്ട് എനി ലോജിക്, അതായത് ഒന്നും ചിന്തിക്കാതെ കണ്ടാൽ മാത്രമേ ഈ ഒരു മൂവി ചിലപ്പോൾ വർക്കൗട്ട് ആവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ നമ്മൾ ഒന്നും ചിന്തിക്കാതെ തന്നെ കാണണം. അതൊരു നിയമം തന്നെയാണ്. അതാണ് ഈ ഒരു നോ ലോജിക് ഓൺലി മാഡ്നസ്. ഇപ്പം നമ്മൾ കുറച്ച് ചിന്തിക്കാൻ പോയാൽ അത് പിന്നെ ഈ ഒരു മൂവി വർക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ലോജിക്കല്ല പ്രശ്നം, ഈ ഒരു മൂവിയിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ടുള്ള ആ ഒരു മൂവിയുടെ ആ ഒരു രീതിയും ആ ഒരു ഡയലോഗ്സും ആ ഒരു സംഭവങ്ങളും ഒന്നും തന്നെ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. മോഹൻലാലിൻ്റെ പെർഫോമൻസ് ഈ ഒരു മൂവിയിൽ ചില സംഭവങ്ങളൊക്കെ ഒരു സേവിങ് ഗ്രേസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നേരം മൂവി ഡൗൺ ആയിരുന്ന മൂവിയെ അപ്ലിഫ്റ്റ് ചെയ്തത് ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആണ് ഇച്ചിരി നേരത്തേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ ഒരു മൂവിയിൽ വരുന്നത്. ആ ഒരു മോഹൻലാലിൻ്റെ മാനറിസങ്ങളും കാര്യങ്ങളും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഡയലോഗ്സൊക്കെ ഒരു രസമായിരുന്നു കണ്ടിരിക്കാൻ. പിന്നെ ഇൻ്റർവൽ ബ്ലോക്കും അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷേ ബാക്കി നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഓഫർ ചെയ്യാനില്ലാത്ത ഒരു മൂവിയാണ് ഈ ഒരു ഭയം, ഭക്തി, ബഹുമാനം എന്ന് പറയുന്നത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയിലെ ഒരു ലോ പെർഫോമൻസിലോട്ട് പോയിരിക്കുന്നത് വിനീതിൻ്റെ ക്യാരക്ടറാണ്. ആ ഒരു കഥാപാത്രം, ദിലീപിൻ്റെ ക്യാരക്ടർ പിന്നെ ഒരു ക്രേസി ആയിട്ടുള്ള ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ അങ്ങനെയുള്ള ഒരു മീറ്ററിലാണ് ദിലീപ് ഇതിൽ അഭിനയിക്കുന്നത്. സോ പിന്നെ അങ്ങോട്ട് ഇതിലെ ഡയലോഗ്സിൻ്റെ കാര്യമാണ് പറയാതിരിക്കാൻ വയ്യാത്തത്. അതിൻ്റെ കാര്യം കൂടുതലൊന്നും പറയാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നെഗറ്റീവാണ് ഈ ഒരു മൂവിയുടെ ഡയലോഗ്സ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ തോന്നുന്നത്. എന്താണ് ഈ ഡയലോഗ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, കുറേ യെല്ലിങ്, അങ്ങനെയുള്ള പല പല സംഭവങ്ങളൊക്കെ ഈ മൂവിയിലുണ്ട്. അതൊക്കെ തന്നെയാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. സോ താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഇപ്പോൾ തിയേറ്റേഴ്സിൽ റണ്ണിങ് ആണ്.